ചെന്നൈയിലാണ് നിൽക്കുന്നത്. ചെന്നൈയിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ചെന്നൈയിൽ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകൾ ഏതാണെന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വണ്ടലൂർ സൂ എന്ന് കാണാം. അപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സൂ ആണിത്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വണ്ടലൂർ സൂവിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വണ്ടലൂർ സൂവിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ചെന്നൈയിൽ നിന്നും 35 കിലോമീറ്റർ അകലെയായിട്ടാണ് വണ്ടലൂർ സൂ സ്ഥിതി ചെയ്യുന്നത്. അരികറണ്ണ സുവോളജിക്കൽ പാർക്ക് എന്നാണ് വണ്ടലൂർ സൂ അറിയപ്പെടുന്നത്. ചെന്നൈയിൽ നിന്നും ലോക്കൽ ട്രെയിൻ ലഭ്യമാണ് ഇവിടത്തേക്ക്. വണ്ടലൂർ എന്ന സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് സൂവിൽ എത്തിച്ചേരാം. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് മുതിർന്നവർക്ക് 90 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ്. സൂ റൗണ്ടിംഗ് വെഹിക്കിളിന് ചാർജ് വരുന്നത് മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ്. അതുപോലെ തന്നെ ഇവിടെ ലയൺ ഡിയർ പാർക്ക് സഫാരിയുണ്ട്. അവിടെ സന്ദർശിക്കാൻ മുതിർന്നവർക്ക് 100 രൂപയാണ്, കുട്ടികൾക്ക് 50 രൂപയാണ് ചാർജ് വരുന്നത്. അതുപോലെ നമ്മൾ ക്യാമറ, മൊബൈൽ എന്നിവയ്ക്കെല്ലാം പ്രത്യേകം ചാർജ് നൽകണം. ക്യാമറയ്ക്ക് 250 രൂപയാണ്, മൊബൈലിന് നമുക്ക് 25 രൂപയാണ് നമ്മൾ ചാർജ് നൽകേണ്ടത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിച്ചു. സൂവിനകത്ത് നമുക്ക് പുറമേ നിന്നുള്ള ഭക്ഷണമൊന്നും ഇവിടെ അനുവദിക്കത്തില്ല. വെള്ളം കുടിക്കുവാൻ നമുക്ക് ബോട്ടിൽ കൊണ്ടുപോകാം. 10 രൂപ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു സ്റ്റിക്കർ അവരൊട്ടിക്കും. തിരിച്ച് നമ്മൾ ആ ബോട്ടിൽ സൂ എല്ലാം സന്ദർശിച്ച് തിരിച്ചു വരുമ്പോൾ ആ ബോട്ടിൽ ഇവിടെ തിരികെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് 10 രൂപ അവർ തിരിച്ചു തരും. നമ്മളിതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ സന്ദർശകർക്കുള്ള നിർദ്ദേശങ്ങളെല്ലാം എഴുതിയ വലിയൊരു ബോർഡ് കാണാം. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുൻപോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് കുട്ടികൾക്കുള്ള പാർക്കാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത്. കുട്ടികൾക്ക് കളിക്കുവാനുള്ള കുഞ്ഞു കുഞ്ഞു റൈഡുകളും ഗെയിമുകളും എല്ലാം നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ സ്കൂളുകളിൽ നിന്ന് കുറേ കുട്ടികളെല്ലാം ഇവിടെ കണ്ടു. അവർ 1 ഡേ ട്രിപ്പായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടലൂർ സൂ ചുറ്റി കാണുകയാണെങ്കിൽ, നമ്മൾ നടന്നു കാണുകയാണെങ്കിൽ ഒരു ദിവസം എടുക്കും നമ്മൾ ഇത് മുഴുവൻ ചുറ്റി വരുവാൻ വേണ്ടിയിട്ട്. എന്നാൽ അങ്ങനെ നടന്ന് കാണാൻ കഴിയാത്തവർക്കായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളാണ്. ഒന്നാമത്തേത് ഇക്കോ ടൂർ കാറാണ്. നമുക്ക് അതിന് ചാർജ് വരുന്നത് മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയാണ്. രണ്ടാമതായിട്ട് സൈക്കിളാണ്. സൈക്കിളിൽ ഇലക്ട്രിക് സൈക്കിളുണ്ട്, അതിന് 90 രൂപയാണ് ചാർജ് ഒരു മണിക്കൂറിന്. നോർമൽ മെക്കാനിക്കൽ സൈക്കിളുണ്ട്, അതിന് 30 രൂപയാണ് ഒരു മണിക്കൂറിന് ചാർജ് വരുന്നത്. അതുപോലെ വീൽ ചെയറിന് ഒരു ദിവസത്തേക്ക് 20 രൂപയും. ഈ വീൽ ചെയർ, ഇക്കോ വീൽ ചെയർ ഉണ്ട്, അതിന് 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. കൂടാതെ ഇതിനെല്ലാം നമ്മൾ ഒരു അഡീഷണൽ ചെറിയൊരു എമൗണ്ട് ടാക്സും നൽകേണ്ടതാണ്. ஆமாம், இப்போ நீங்கள் அட்வான்ஸ் வாங்கிச்சு போ, நீங்கள் போயிட்டு ரிட்டர்ன் ஆகும்போது அப்படி அட்வான்ஸ் ரிட்டர்ன் பண்ணிடுவோம். சரிங்க, சேஃப்டி அட்வான்ஸ். இப்போ அடுத்து வந்து வீல் சேர் இருக்குல்ல, அதுக்கு வீல் சேர் எல்லாமே என்ட்ரன்ஸ்ல சார். நீங்கள் டிக்கெட் வாங்கிட்டு உள்ள வைங்களே, அங்கேயே சொன்னால் ஆஃபீஸர்ஸ் அவங்க பண்ணுவாங்க. வீல் சேர் ஃப்ரீ தான். ஆமாம், வீல் சேர் ஃப்ரீ. இ வீல் சேர் அந்த மாதிரி அங்கே தான் சார் நீங்கள். ஓகே ஓகே. சப்போஸ் நான் சைக்கிள் எடுத்துட்டு போறேன், போற வழியில ஏதாவது செயின் இருந்தா எது ஆனாலும் பில்லு மேலே ஹெல்ப்லைன் நம்பர் தருவோம். ஓகே, நீங்க எங்க ஃபோன் பண்ணா நாங்கள் 5 மினிட்ஸ் அங்கே வந்துடுவோம். ஓகே, ஸ்பாட்டுக்கே வந்து ரெடி பண்ணி தருவோம். ஓகே, நீங்கள் எங்கேயும் நீங்கள் அலையத்தாலும் நீங்கள் வந்தீங்கன்னா நாங்கள் ரெடி பண்ணி கொடுத்துருவோம். ഓക്കെ, സൂപ്പർ. നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ചിമ്പാൻസിയാണ്. ചിമ്പാൻസിയുടെ കൂടെ ചെറിയ കുഞ്ഞിനെയും നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ കടുവയാണ് കണ്ടത്. ഒരു വലിയ കരടിയും കാണാം നമുക്കിവിടെ. നല്ല കറുപ്പ് നിറത്തിൽ വൃത്തിയുള്ള ഒരു കരടി. അതിനുശേഷം നമ്മൾ ബംഗാൾ ടൈഗറിനെയാണ് കാണാൻ പോകുന്നത്. ബംഗാൾ ടൈഗറിന് വെള്ളയും മഞ്ഞയും ഇടകലർന്ന നിറമായിട്ടാണ് ഉള്ളത്. നമ്മുടെ സാധാരണ കടുവയെ പോലെയല്ല, ഒരു കളറിന് കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. അതിനുശേഷം നമ്മൾ ചെന്നായ്ക്കളെയാണ് കാണാൻ പോകുന്നത്. 3ഓളം ചെന്നായ്ക്കളെ നമുക്കിവിടെ കാണാം. നമുക്കിവിടെ നടപ്പാതയിലെല്ലാം ശുദ്ധജലം ലഭിക്കുന്ന പൈപ്പുകൾ കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ അത് സ്റ്റിക്കർ ഒട്ടിച്ച് മേടിച്ച ബോട്ടിലിൽ വെള്ളമെല്ലാം ഫില്ല് ചെയ്ത് നമുക്ക് സുഖമായിട്ട് കുടിക്കാം. അതിനുശേഷം നമ്മൾ എമുവിനെ വളർത്തുന്ന സ്ഥലത്തെത്തി. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് 5ഓളം എമുവിനെയാണ്. വെള്ളയും ചാരവും ഇടകലർന്ന നിറത്തിൽ നമുക്ക് എമുവിനെ കാണാം. അതുപോലെ വെളുപ്പ് നിറത്തിലുള്ള എമുവിനെയും നമുക്കിവിടെ കാണാം. അതിനുശേഷം നമ്മൾ കാണുന്നത് കാട്ടുപോത്തിനെയാണ്. കാട്ടുപോത്തിനെ കണ്ടതിന് ശേഷം നമ്മൾ മാനുകളെയാണ്. മാനുകളുടെ കൂടെ കുഞ്ഞുങ്ങളെയും കാണാം.
പുള്ളിപ്പുലിയെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 9 ഇനം കടുവകളുണ്ട്. ഈ ബോർഡ് കാണുന്ന സ്ഥലത്ത് നിന്ന് മുൻപോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 9 ഇനം കടുവകളെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതിനുശേഷം നമ്മൾ ആന കുളിക്കുന്നത് കാണാൻ പോയി. ഷവർ പോലെയുള്ള ഒരു സംവിധാനം ഉപയോഗിച്ചാണ് ഇവിടെ ആനയെ കുളിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നു. നല്ല ഭംഗിയായിരുന്നു ആനയുടെ ഓരോ ചലനങ്ങളും. അതിനുശേഷം നമ്മൾ ഹിപ്പോയെ കാണാൻ പോയി. 3 ഹിപ്പോകളെ നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു. ഹിപ്പോയ്ക്ക് തൊട്ടടുത്തായിട്ട് നമ്മൾ കാണ്ടാമൃഗത്തെ കാണാം. കാണ്ടാമൃഗത്തെ നമ്മൾ എപ്പോൾ കാണുമ്പോഴും കൂടെ ഒരു പക്ഷിയെയും കാണാം. അവയുടെ ശരീരം വൃത്തിയാക്കുന്ന ജോലിയാണ് ഇവയ്ക്ക്. അപ്പോൾ ഇത്രയ്ക്ക് വലിയ ശരീരമായതിനാൽ അവർക്ക് തനിയെ വൃത്തിയാക്കാൻ കഴിയില്ല. അതിനാലാവാം പ്രകൃതി ഇത്തരത്തിലുള്ളൊരു സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ജിറാഫിനെ കണ്ടു. ജിറാഫിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് വരയൻ കുതിരയെ കാണാം. അവസാനമായിട്ട് നമ്മൾ അക്വേറിയത്തിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്വേറിയത്തിൽ സാധാരണ അലങ്കാര മത്സ്യങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കൂടുതലായിട്ട്. അങ്ങനെ നമ്മൾ വണ്ടലൂർ സൂ ആണ് ചുറ്റിക്കണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. Pebbles Malayalam.